Okay, good morning, dear students. Today we are going to do the ledger accounts. In the previous class, we have already discussed the question. Like question already നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ journal entry നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. And now what we are going to do is we are going to post the journal entries into the ledger. റിമെമ്പർ വാട്ട് ഇസ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജേർണൽ എൻട്രി ലെഡ്ജറിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഐ ഓൾറെഡി ടോൾഡ് യു എങ്ങനെയാണ് ഏതൊക്കെ അക്കൗണ്ടുകളാണ് ഉണ്ടാക്കേണ്ടി വരുന്നതെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുക. ആ ജേർണൽ എൻട്രിയിൽ ഏതൊക്കെ അക്കൗണ്ട്സ് ഉണ്ടോ ആ എല്ലാ അക്കൗണ്ടുകളും നമ്മൾ വരയ്ക്കണം അല്ലേ, ആ എല്ലാ ലെഡ്ജർ അക്കൗണ്ട്സും നമ്മൾ വരയ്ക്കണം. അപ്പോൾ ആസ് ഐ ടോൾഡ് യു, ഐ ഹാവ് ഓൾറെഡി ഷോൺ ലാസ്റ്റ് ക്ലാസ്സിൽ ആ ഏതൊക്കെ അക്കൗണ്ട്സ് ആണോ വേണ്ടത് അതിനെല്ലാം ഞാൻ കോളംസ് വരച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. I have drawn columns. I have drawn ledger account formats for the capital account, see, for the capital account, for the cash account, for the purchase account, for the sale account, and similarly for the Gomez account, okay, for the Gomez account and the Arun account. അപ്പോൾ ഇത്രയും അക്കൗണ്ട് ആണ് വരയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഓരോ ജേർണൽ എൻട്രി 1 by 1 ആയിട്ട് എടുക്കും, എന്നിട്ട് അത് കറസ്പോണ്ടിങ് അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യും. സോ ലെറ്റ് us സ്റ്റാർട്ട് 1 by 1. നമ്മുടെ ഫസ്റ്റ് ജേർണൽ എൻട്രി എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രാജൻസ് ക്യാപിറ്റൽ ആയിരുന്നു. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രാജൻസ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിലും അത് റെക്കോർഡ് ചെയ്യണം, അതുപോലെ തന്നെ രാജൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിലും നമ്മളത് റെക്കോർഡ് ചെയ്യണം അല്ലേ. രാജൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. ക്യാഷ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ടു രാജൻസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. എന്നിട്ട് നോക്കുക, ജേർണൽ എൻട്രിയിൽ ക്യാഷ് എന്ന് പറയുന്ന അക്കൗണ്ട് എന്താ സംഭവിച്ചിട്ടുള്ളത് അല്ലെ. ജേർണൽ എൻട്രിയിൽ നോക്കിയാൽ മനസ്സിലാവും. ക്യാഷ് അക്കൗണ്ട് ഇസ് ഗെറ്റിംഗ് എ ഡെബിറ്റ് ഓഫ് ₹5,000. എങ്ങനെയാണ് ഡെബിറ്റ് ആയിട്ടുള്ളത്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രാജൻസ് ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ₹5,000 എന്ന് എഴുതുന്നു. സിമിലർലി രാജൻസ് ക്യാപിറ്റൽ അക്കൗണ്ട്, അതിന് മുമ്പ് നമുക്ക് ഡേറ്റും കൂടി അപ്പോൾ ഇട്ടിട്ട് പോകണം, 1/3/2011. ഓക്കെ, ഇനി രാജൻസ് ക്യാപിറ്റൽ ആണ്. ആ ജേർണൽ എൻട്രി കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ടിലും നമ്മൾ പോസ്റ്റ് ചെയ്യണം, രാജൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിലും നമ്മൾ പോസ്റ്റ് ചെയ്യണം. സോ ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ രാജൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അതിന് അല്ലേ, ആ ജേർണൽ എൻട്രി നോക്കിയാൽ മനസ്സിലാവും. രാജൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഒരു ക്രെഡിറ്റ് എമൗണ്ട് ഓഫ് ₹5,000 ഉണ്ട്. സോ ഞാൻ അതിന് തന്നെ എമൗണ്ട് ഞാൻ എഴുതുകയാണ്. എങ്ങനെയാണ് ക്രെഡിറ്റ് വന്നിട്ടുള്ളത്? ബൈ. ഓക്കെ, ഓൾവേസ് വെൻ യു റൈറ്റ് in the credit side you have to write by. ledger accountsൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ബൈ എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. ബൈ എന്തായിട്ടാണ്? ആ ജേർണൽ എൻട്രി കംപ്ലീറ്റ് ആവണമെങ്കിൽ ബൈ ക്യാഷ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അത് വായിക്കുന്നത്. സി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രാജൻസ് ക്യാപിറ്റൽ അല്ലേ. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ട് കണ്ടാലും നമുക്ക് ജേർണൽ എൻട്രി വായിക്കാൻ പറ്റണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് നമ്മൾ എങ്ങനെ വായിക്കും? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രാജൻസ് ക്യാപിറ്റൽ 5,000. രാജൻസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ നിന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിലോ ഇങ്ങനെ തിരിച്ചു വായിക്കണം. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു രാജൻസ് ക്യാപിറ്റൽ. ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ഐറ്റത്തിന്റെയും ഫ്രണ്ടിൽ 2 എന്ന് എഴുതണം. അതുപോലെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന എല്ലാ ഐറ്റത്തിന്റെയും മുമ്പിൽ നമ്മൾ പ്രിഫിക്സ് ചെയ്യണം. എന്ത്? ബൈ എന്ന് പ്രിഫിക്സ് ചെയ്യണം. അതോടുകൂടി നമ്മുടെ ഫസ്റ്റ് ജേർണൽ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഡേറ്റ് ഇടുകയാണ്. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് ആണ്. അപ്പോൾ ആ ജേർണൽ എൻട്രീന്റെ ഒരു റെക്കോർഡിംഗ് ആസ്പെക്ട് 2 അക്കൗണ്ടിലാണ് വരുന്നത്. ഏതൊക്കെയാണ്? പർച്ചേസ് അക്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് അക്കൗണ്ടും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പർച്ചേസ് അക്കൗണ്ട് എടുക്കുകയാണ്. പർച്ചേസ് അക്കൗണ്ടിന് എന്താ സംഭവിച്ചിട്ടുള്ളത്? പർച്ചേസ് അക്കൗണ്ട് ഇസ് ഗെറ്റിംഗ് എ ഡെബിറ്റ് ഓഫ് ₹12,000 അല്ലേ. ജേർണൽ എൻട്രി നോക്കിയാൽ മതി. ജേർണൽ എൻട്രിയിൽ പർച്ചേസ് അക്കൗണ്ടിന് എന്താ സംഭവിച്ചേക്ക് നോക്ക്. ₹12,000 ഡെബിറ്റ് ആണ്. ഹൗ ഇറ്റ് ഗോട്ട് എ ഡെബിറ്റ് ഓഫ് ₹12,000 ടു cash account, like to cash account, and then you write the date also, 3/3/2000. ഇനി നമ്മൾ ക്യാഷ് അക്കൗണ്ട് എടുക്കുകയാണ്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിൽ നമുക്കറിയാം, ജേർണൽ എൻട്രി നോക്കിയാൽ മനസ്സിലാവും, ക്യാഷ് അക്കൗണ്ടിന് ഒരു ₹12,000 ക്രെഡിറ്റ് സംഭവിച്ചിട്ടുണ്ട് ആ ജേർണൽ എൻട്രിയിൽ കൂടെ, നമ്മുടെ രണ്ടാമത്തെ ജേർണൽ എൻട്രിയിൽ കൂടെ. അതെങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്? പർച്ചേസ് അല്ലേ. അപ്പോൾ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നതുകൊണ്ട് നമ്മൾ ബൈ എന്ന് എഴുതണം. എന്നിട്ട് ആ ജേർണൽ എൻട്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റെക്കോർഡിംഗ് പോസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ പർച്ചേസ് എന്ന് എഴുതുക. ആൻഡ് ദെൻ ആ ഡേറ്റും കൂടി നമ്മൾ കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുകയാണ്. 3/3/2011.
11. അതോടുകൂടി നമ്മുടെ രണ്ടാമത്തെ ജേർണൽ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ജേർണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗോമസ് അക്കൗണ്ട്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് ടു അക്കൗണ്ട്സ്. 2 ലെഡ്ജർ അക്കൗണ്ട്സിലാണ് അതിന്റെ ഇഫക്റ്റ് വരാൻ പോകുന്നത്. നമ്മുടെ മൂന്നാമത്തെ ജേർണൽ എൻട്രി ഏതൊക്കെ അക്കൗണ്ട് ആണ്? പർച്ചേസ് അക്കൗണ്ട് ആൻഡ് ഗോമസ് അക്കൗണ്ട്. സോ ലെറ്റ്സ് ഗോ ടു പർച്ചേസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഗോമസ് എന്നാണല്ലോ. സോ പർച്ചേസ് എന്ന് പറയുന്ന അക്കൗണ്ടിന് ജേർണൽ എൻട്രിയിൽ ദർ ഇസ് എ ഡെബിറ്റ് ഓഫ് റുപ്പീസ് 8,000. എങ്ങനെയാണ് ഡെബിറ്റ് പോയിട്ടുള്ളത്? ടു ഗോമസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഡെബിറ്റ് പോയിട്ടുള്ളത്. ഗോമസ് ഒരു പേഴ്സന്റെ പേരാണ്. സോ ജി ക്യാപിറ്റലായിട്ട് എഴുതാം. ഡേറ്റ് എന്ന് പറയുന്നത് 4/3/2011. ആൻഡ് ദെൻ ഗോമസ് അക്കൗണ്ട് എടുക്കണം. ഗോമസ് അക്കൗണ്ട് താഴെയാണ്. അപ്പം നമ്മൾ ഗോമസ് അക്കൗണ്ടിലേക്ക് പോവുകയാണ്. ഗോമസ് അക്കൗണ്ടിന് എന്താ സംഭവിച്ചിട്ടുള്ളത്? ഒരു ക്രെഡിറ്റ് എമൗണ്ട് ഓഫ് റുപ്പീസ് 8,000 ആണ്. അതെങ്ങനെയാണ്? ബൈ പർച്ചേസ് അല്ലെ. ബൈ എന്ന് എഴുതുന്നത് എന്തുകൊണ്ടാണ്? ക്രെഡിറ്റ് സൈഡിലായതുകൊണ്ടാണ് ബൈ എന്ന് എഴുതുന്നത്. Then complete the journal, complete the posting by purchase account, and the date is 4/3/2011. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ജേർണൽ എൻട്രിയും റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ നാലാമത്തെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് അരുൺ അക്കൗണ്ട് ആണ്. ഇനി നമ്മൾക്ക് സ്പീഡിൽ നമുക്ക് ചെയ്യാം. അരുൺ അക്കൗണ്ട് ഇസ് ഗെറ്റിംഗ് എ ഡെബിറ്റ് ഓഫ് റുപ്പീസ് 6,000. അപ്പോൾ ആദ്യം തന്നെ എമൗണ്ട് എഴുതി വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ എമൗണ്ട് എഴുതുന്നത് പറയുന്നത്. അരുൺ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് ഡേറ്റ് എത്രയാണ്? 8/3/2011. ആ ജേർണൽ എൻട്രി കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ സെയിൽസ് അക്കൗണ്ടിലും അതിന്റെ ഒരു എൻട്രി പോകണം അല്ലെ. സെയിൽസിന് എന്താ സംഭവിച്ചിട്ടുള്ളത്? നമ്മളുടെ നാലാമത്തെ ജേർണൽ എൻട്രിയിൽ സെയിൽസ് ഇസ് ഗെറ്റിംഗ് എ ക്രെഡിറ്റ് ഓഫ് റുപ്പീസ് 6,000. എങ്ങനെയാണ് ക്രെഡിറ്റ് വന്നിട്ടുള്ളത്? ബൈ അരുൺ അക്കൗണ്ട് അല്ലെ. ബൈ അരുൺ അക്കൗണ്ട്. ആൻഡ് വാട്ട് ഇസ് ദ ഡേറ്റ്? 8/3/2011. സോ നമ്മളുടെ 4th ജേർണൽ എൻട്രി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 5th ജേർണൽ എൻട്രി 12ാമത്തെ ഡേറ്റിൽ വന്നിട്ടുള്ള ജേർണൽ എൻട്രി ആണ് ഗോമസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. നമ്മൾ ഗോമസ് അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ടിലും റെക്കോർഡ് ചെയ്യണം. സോ ഗോമസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് പറയുമ്പോൾ ഗോമസിന് ഒരു 5,000 റുപ്പീസിന്റെ ഡെബിറ്റ് പോയിട്ടുണ്ട്. അതെങ്ങനെയാണ് വന്നിട്ടുള്ളത്? ടു ക്യാഷ്. ആൻഡ് ദെൻ റൈറ്റ് ദി ഡേറ്റ് 12/3/2011. ഇനി ക്യാഷ് അക്കൗണ്ടിലും അതിന്റെ കറസ്പോണ്ടിങ് എൻട്രി പോകണം. ക്യാഷ് അക്കൗണ്ട് വരുമ്പോഴത്തേക്കിലും ക്യാഷിന് എന്താ സംഭവിച്ചിട്ടുള്ളത്? എമൗണ്ട് കോളം നോക്കിക്കേ. ക്യാഷിന് ഒരു 5,000 റുപ്പീസ് ക്രെഡിറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? ബൈ ഗോമസ് എന്ന് പറഞ്ഞിട്ട് എഴുതുക. Then the date is 12/3/2011 അല്ലെ. 5,000 റുപ്പീസ് ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റും പോസ്റ്റിംഗ് കാണിച്ചു. ഇനി നമ്മളുടെ 15നുള്ള ജേർണൽ എൻട്രി ആണ്. 15th എന്ന് പറഞ്ഞാൽ റിസീവ്ഡ് ഫ്രം അരുൺ റുപ്പീസ് 4,000. ഓൾറെഡി നമ്മൾ ജേർണൽ എൻട്രി എഴുതി വെച്ചിട്ടുണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അരുൺ അല്ലെ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു. സോ ക്യാഷ് അക്കൗണ്ടിന് ഒരു ഡെബിറ്റ് ആണ്. എങ്ങനെയാണ്? ടു അരുൺ. അരുൺ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ആൻഡ് ദ ഡേറ്റ് ഇസ് 15/3/2011. അതിന്റെ ജേർണൽ എൻട്രി കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരുൺ അക്കൗണ്ടിലും അതിന്റെ ഒരു ഇത് പോകണം അല്ലെ. അതിന്റെ പോസ്റ്റിംഗ് പോകണം. അരുൺ അക്കൗണ്ടിന് എന്താ സംഭവിച്ചിട്ടുള്ളത്? അരുൺ അക്കൗണ്ട് ഇസ് ഗെറ്റിംഗ് എ ക്രെഡിറ്റ് ഓഫ് റുപ്പീസ് 4,000. ആൻഡ് ഹൗ ഇറ്റ് ഇസ് ഹാപ്പനിങ്? ബൈ ക്യാഷ് അക്കൗണ്ട്. ആൻഡ് ദ ഡേറ്റ് ഇസ് 15/3/2011. ഇനി വരുന്ന നമ്മുടെ ലാസ്റ്റ് ജേർണൽ എൻട്രി ആണ് 18th March. സോൾഡ് ഗുഡ്സ് ഫോർ റുപ്പീസ് 9,000. അതിന്റെ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. 2 അക്കൗണ്ടിലാണ് അതിന്റെ ഒരു റെക്കോർഡിംഗ് ആസ്പെക്ട് പോകേണ്ടത്. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് 9,000 മീൻസ് ക്യാഷ് ഇസ് ഗെറ്റിംഗ് എ ഡെബിറ്റ് ഓഫ് റുപ്പീസ് 9,000. എങ്ങനെയാണ്? ടു സെയിൽസ് അക്കൗണ്ട്. ആൻഡ് ദി ഡേറ്റ് ഇസ് 18/3/2011 അല്ലേ. ആൻഡ് ദെൻ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി സെയിൽസ് അക്കൗണ്ടിൽ അതിന്റെ ഒരു എൻട്രി പോകാനുണ്ട് അല്ലെ. സെയിൽസ് അക്കൗണ്ടിന് എന്താ സംഭവിച്ചിട്ടുള്ളത്? ജേർണൽ എൻട്രി നോക്കിയാൽ മനസ്സിലാവും. സെയിൽസ് അക്കൗണ്ടിന് ഒരു ക്രെഡിറ്റിലാണ് എമൗണ്ട് ഉള്ളത്. സോ സെയിൽസ് അക്കൗണ്ടിൽ ക്രെഡിറ്റിൽ ഞാൻ തന്നെ എമൗണ്ട് എഴുതുന്നു ആദ്യം തന്നെ. ദെൻ എങ്ങനെയാണ് അത് സംഭവിച്ചിട്ടുള്ളത്? ബൈ ക്യാഷ് അക്കൗണ്ട്. And then put the same date 18
3 2000. ഇത്രയും ചെയ്യുന്നതോടുകൂടി നമ്മൾ എല്ലാത്തിൻ്റെയും റെക്കോർഡിംഗ് ആസ്പെക്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഓൾ ദി റെക്കോർഡിംഗ് ആസ്പെക്ട് വി ഹാവ് കംപ്ലീറ്റഡ്. നമ്മൾ റെക്കോർഡിംഗ് ആസ്പെക്ട് കംപ്ലീറ്റ് ചെയ്താൽ നമ്മൾ ഈ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം. ഓക്കെ, ദ ടേം ദറ്റ് വി യൂസ് ഇസ് ബാലൻസ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കിക്കേ, ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബാലൻസിങ് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാഷ് അക്കൗണ്ടിൽ കുറേ ഡെബിറ്റിൽ എമൗണ്ട് വന്നിട്ടുണ്ട്, ക്രെഡിറ്റിൽ എമൗണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഡെബിറ്റിൽ വന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സിലേക്ക് വന്ന ക്യാഷ് ഇൻഫ്ലോസ് ആണ് അല്ലെ. നോക്കിക്കേ, ക്യാപിറ്റലായിട്ട് 5000 റുപ്പീസ് വന്നു ബിസിനസ്സിലേക്ക്, അരുൺ ഒരു 4000 റുപ്പീസ് തന്നു, സെയിലായിട്ട് ഒരു 9000 റുപ്പീസ് വന്നു. അതുപോലെ തന്നെ ക്രെഡിറ്റ് സൈഡ് ക്യാഷ് അക്കൗണ്ടിന്റെ നോക്കുകയാണെങ്കിൽ അതൊക്കെ പേയ്മെന്റ് ആണ് അല്ലെ. പർച്ചേസ് ഒരു 12,000, അല്ലെങ്കിൽ ഗോമസിന് ഒരു 5,000 റുപ്പീസ് പേയ്മെന്റ് ചെയ്തു. അങ്ങനെ ഓരോ അക്കൗണ്ടിനും ഒരു ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ ആയിരിക്കും സംഭവിക്കുന്നത്. അതെപ്പോഴും ഡെബിറ്റ് ഇൻഫ്ലോ, ക്രെഡിറ്റ് ഇൻഫ്ലോ അങ്ങനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇപ്പൊ പറയാൻ പറ്റില്ല. ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി അക്കൗണ്ട്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ടേക്കിംഗ് ക്യാഷ് അക്കൗണ്ട്, വി നോ ദർ ഹാസ് ബീൻ നമ്പർ ഓഫ് ക്രെഡിറ്റ്സ്, നമ്പർ ഓഫ് ഡെബിറ്റ്, അതായത് റെസീപ്റ്റ്സ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ പേയ്മെന്റ്സും ഉണ്ടായിട്ടുണ്ട്. കുറെ എമൗണ്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്, കുറെ എമൗണ്ട് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫൈനലി നമ്മുടെ കയ്യിൽ ബാലൻസ് എത്ര എമൗണ്ട് ആണ് ഉള്ളതെന്ന് നമ്മൾ അറിയണം അല്ലെ. അപ്പൊ അതിനു വേണ്ടി ചെയ്യുന്ന പ്രോസസ്സാണ് ബാലൻസിങ് ഓഫ് അക്കൗണ്ട്. ബാലൻസിങ് ഓഫ് അക്കൗണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ രണ്ട് അക്കൗണ്ടിന്റെയും ടോട്ടൽ നോക്കുക. അപ്പൊ ടോട്ടൽ നോക്കുമ്പോൾ നമുക്കറിയാം, ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് 12,000 പ്ലസ് 5,000 17,000 ആണ് അല്ലെ. 17,000 ആണ്. ആൻഡ് ഹിയർ the total here is 50,000 plus 4,000 plus 9,000. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റി, ക്യാപിറ്റലായിട്ട് വന്നത് 5,000 അല്ല 50,000 ആയിരുന്നു. സോ 50,000 പ്ലസ് 4,000 പ്ലസ് 9,000 എന്ന് പറഞ്ഞാൽ 63,000. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 17,000ഉം ഇവിടെ 63,000ഉം ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതാണോ ഹയർ എമൗണ്ട് അല്ലെ, 63,000ഉം 17,000ഉം കൂടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ എമൗണ്ട് 63,000 ആണ്. അത് നമ്മൾ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നു. ടോട്ടൽ കോളം സി, ഡബിൾ അണ്ടർലൈൻ ഞാൻ കൊടുത്തിട്ടുള്ളത് കാണുന്നുണ്ടാവും. ഇതാണ് ടോട്ടൽ കോളം. സി, ടോട്ടൽ കോളം. എന്നിട്ട് ആ കുറവ് വന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ അല്ലെ, നിങ്ങൾക്ക് അറിയാം ആക്ച്വലി ഈ ക്രെഡിറ്റ് സൈഡിന്റെ ടോട്ടൽ 63,000 അല്ല അല്ലെ. ഇവിടെ ഓൾറെഡി എത്രയേ ഉള്ളൂ, 17,000 ഉള്ളൂ. 63,000 ആകണമെന്നുണ്ടെങ്കിൽ 63,000 മൈനസ് 17,000 എന്ന് പറഞ്ഞാൽ 46,000 റുപ്പീസ്. 46,000 റുപ്പീസ് ആണ് നമ്മൾക്ക് അവിടെ ബാലൻസിങ് ഫിഗർ ആയിട്ട് കിട്ടുന്നത്. സോ വി വിൽ റൈറ്റ് ബാലൻസ് C bar D, ബാലൻസ് ക്യാരി ഡൗൺ. എന്നിട്ട് ആ മാസത്തെ ലാസ്റ്റ് ഡേറ്റ് ഇടുക, 31/3/2011 അല്ലെ. മാസം അവസാനം അല്ലെങ്കിൽ വർഷ അവസാനമാണ് നമ്മൾ ബാലൻസ് നോക്കുക, ബാക്കി എത്രയുള്ളതെന്ന്. ഞാൻ ഒന്നും കൂടെ പറയാം. നമുക്ക് 46,000 കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ 63,000 മൈനസ് 17,000. ഓക്കെ, അപ്പൊ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഡെബിറ്റ് സൈഡും നോക്കുക, ക്രെഡിറ്റ് സൈഡും നോക്കുക. അതിൽ ഏതാണോ ഹയർ എമൗണ്ട് അതെടുത്ത് രണ്ട് സൈഡിലും എഴുതുക. ഞാൻ ഓൾറെഡി ഡബിൾ അണ്ടർലൈൻ ചെയ്തതാണ് ടോട്ടൽ കോളം. ആ ടോട്ടൽ കോളത്തിൽ എഴുതുക. എന്നിട്ട് അതിന്റെ ഡിഫറൻസ് എമൗണ്ട് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് അല്ലെ. അതായത് കുറവ് വന്ന സൈഡിൽ, ക്രെഡിറ്റ് സൈഡിൽ 17,000 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾക്ക് 63,000 മൈനസ് 17,000 എന്ന് പറയുന്ന ആ ഒരു ഡിഫറൻസ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതാത് സ്ഥലത്ത് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഇതിനെയാണ് ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത്. ഈ 46,000ന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ മാസം കുറെ വരവുണ്ടായി, കുറെ ചെലവുണ്ടായി, നെറ്റ് ഇഫക്റ്റിൽ 46,000 റുപ്പീസ് ആണ് ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് എന്നാണ് അതിന്റെ അർത്ഥം. സോ റിമെമ്പർ, ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് ക്യാരി ഡൗൺ. ഇനി ഇതുപോലെ ഓരോ അക്കൗണ്ടും നമ്മൾ ബാലൻസ് ചെയ്യണം. ഞാൻ ഒരു അക്കൗണ്ടും കൂടെ ബാലൻസ് ചെയ്യുന്ന പറഞ്ഞുതരാം. രാജൻസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നോക്കിക്കേ, 5,000 റുപ്പീസ് ആണ്. ഇപ്പുറത്തെ സ്ഥലത്ത് 0 ആണ്. അപ്പൊ നമുക്കറിയാം 0യും 5,000ഉം കൂടി നോക്കുമ്പോൾ ഹയർ എമൗണ്ട് എന്ന് പറയുന്നത് 5,000 ആയതുകൊണ്ട് രണ്ട് ടോട്ടൽ കോളത്തിലും നമ്മൾ 5,000 എന്ന് എഴുതുന്നു. എന്നിട്ട് ഇവിടെ എന്ത് എഴുതുന്നു? ബാലൻസിങ് ഫിഗർ എന്ന് പറയുന്നത് 5,000 തന്നെയാണ് അല്ലെ. ടു ബാലൻസ് ക്യാരി ഡൗൺ. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് 31/3/11. ഇതുപോലെ ഓരോ അക്കൗണ്ടും, പർച്ചേസ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും ഗോമസ് അക്കൗണ്ടും അരുൺ അക്കൗണ്ടും നമ്മൾ ബാലൻസ് ചെയ്യണം. ഇതാണ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ രണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ബാക്കി പർച്ചേസ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും ഗോമസ് അക്കൗണ്ടും അരുൺ അക്കൗണ്ടും കൂടെ ബാലൻസ് ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.